ആപ്കി അദാലത്ത് പരിശോധിക്കുന്നു. വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന ബിസിനസ് തലവൻ ഗൗതം അദാനിക്ക് നേരെയുള്ള ആരോപണം, അതായത് ഇദ്ദേഹം പണം സമ്പാദിക്കുന്ന ഫോർമുല ഒളിച്ചു വെച്ചിരിക്കുന്നു എന്നതിനെപ്പറ്റി. ഗൗതം ബ്രദർ, ദൈവത്തിന്റെ അടുത്ത് പലരും പലതും ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ ദൈവം എപ്പോഴും നിങ്ങളുടെ വാക്ക് മാത്രമേ കേൾക്കാറുള്ളൂ. ഞാനും പല വർഷങ്ങളായിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വെൽത്ത് എത്രത്തോളം ഉണ്ട്. അത് ഡെയിലി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിഞ്ഞ് ഈ പ്രോഗ്രാം തീരുന്നതിനുള്ളിൽ നിങ്ങൾ 1000-2000 കോടി സമ്പാദിക്കും. സോ എന്താണ് ആ ഫോർമുല, എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? രജത് ബ്രദർ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ ഓഡിയൻസിനും നിങ്ങളുടെ കോടതിയിൽ ഒരു അവസരം തന്നതിന് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ ഈ ഫോർമുലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഫോർമുല മാത്തമാറ്റിക്സ് പോലെയോ കെമിസ്ട്രി പോലെയോ ഫിസിക്സിൻ്റെ ഫോർമുല പോലെയോ ഒന്നും അല്ല. പക്ഷേ അതിനെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ബിസിനസ്സിലും പ്രാക്ടിക്കൽ ലൈഫിലും നമുക്ക് ഒരേ ഒരു ഫോർമുലയെ വർക്കൗട്ട് ആവുള്ളൂ. അത് വെറും കഠിനാധ്വാനം, കഠിനാധ്വാനം, കഠിനാധ്വാനം. ഇതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. എനിക്കെൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട്, എൻ്റെ സീനിയേഴ്സിൻ്റെ സപ്പോർട്ട്, എൻ്റെ ടീമിൻ്റെ സപ്പോർട്ട്, അതുമാത്രമല്ലാതെ ദൈവത്തിൻ്റെ അനുഗ്രഹവും എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃപ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ന്യായമായ ജോലിയെ ചെയ്യത്തുള്ളൂ. ഒരു കാര്യം ഞാനും സമ്മതിച്ചു തരാം, അതാണ് ഇതിലേക്കുള്ള ഒരേ വഴി. മറ്റൊരു ഷോർട്ട് കട്ടും ഇല്ല. ഒരാൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി സത്യസന്ധനും കഠിനാധ്വാനിയും ആവണം. മറ്റ് കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് വിട്ടേക്കൂ. ഈ ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ. അത് ശരി, ദൈവത്തിന്റെ മേൽ നമ്മൾ എത്രത്തോളം ഭാരം കൊടുക്കാൻ പറ്റും ഗൗതം ഭായി? ഡിസംബർ 2021 നിങ്ങളുടെ വെൽത്ത് 9,62,322 crores. ഡിസംബർ 2022 ഒരു വർഷത്തിനുള്ളിൽ 18,64,579 crores. ഒരു വർഷത്തിൽ ഇത്രയധികം ഉയർച്ച ദൈവം ഇങ്ങനെയൊക്കെയാണോ തരുന്നത്? ഇത് നോക്കൂ രജത് ഭായ്, ഞാൻ ഈ കണക്കുകളുടെ കളിക്കൊന്നും പോവാറില്ല. എനിക്കറിഞ്ഞിടത്തോളം മേജർ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിനെ വളർത്താൻ വേണ്ടി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണക്ക് എന്തുകൊണ്ടാണ് കൂടുന്നേ? അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ നാട് നല്ല വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് ഞാൻ പൂർണ്ണ വിശ്വാസത്തിൽ പറയുന്നു, ഇന്ത്യയുടെ ഇന്നത്തെ പൊസിഷൻ വെച്ചിട്ട് ഇനിയൊരു 20-30 വർഷത്തിൽ വരുന്ന പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അതാരെ കൊണ്ട് നിർത്താൻ പറ്റില്ല. പക്ഷേ ഈ കണക്കുകളെല്ലാം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. നിങ്ങൾ ദിവസവും 1600 കോടി രൂപ സമ്പാദിക്കുന്നുണ്ട്. ഒരു മണിക്കൂറിൽ 66 കോടി രൂപ. കുട്ടിക്കാലം മുതലേ ഈ ശീലങ്ങളൊക്കെ ഉണ്ടോ, അതോ യുവാവായതിനു ശേഷമാണോ ഈ ശീലങ്ങളൊക്കെ വന്നത്? ഇത് നോക്കൂ രജത് ഭായ്, ഞാൻ ഈ കണക്കുകളുടെ കാര്യമൊന്നും നോക്കാറില്ലെന്ന് ഞാൻ ഇപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കണക്കിനെ കുറിച്ചൊന്നും എനിക്ക് അത്ര ഐഡിയ ഇല്ല. എനിക്ക് 15 വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാൻ 10ാം ക്ലാസ് പാസ്സായിട്ട് വീട്ടിലെല്ലാവരും എന്നെ ഒരു അതിശയമായിട്ട് നോക്കുമായിരുന്നു. അതായത് എൻ്റെ പഠനം ശരിയായിട്ട് തീർക്കാതെ എൻ്റെ ഗ്രാജുവേഷൻ പോലും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ മുംബൈയിലേക്ക് വരുന്നത്. ഏകദേശം 4 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് അഹമ്മദാബാദിലേക്ക് പോയി. മുംബൈ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അതിൽ കഠിനാധ്വാനവും ഒന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബിസിനസ് ജേണി അവിടെ നിന്ന് തുടങ്ങി. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന കാരണം ബിസിനസ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വന്നത്. എൻ്റെ അടുത്തൊരു വേഗം ഉണ്ടായിരുന്നു, ഒരു 18-19 വയസ്സുള്ള പയ്യൻ്റെ ആഗ്രഹങ്ങൾ. അതിൽ എൻ്റെ ഫാമിലിയുടെ ബിസിനസ് കഴിഞ്ഞ് എന്തെങ്കിലും പുതിയതായിട്ട് നാട്ടിന് വേണ്ടി ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അത് കാരണം എൻ്റെ ഫാമിലി എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ആ ബേസിസിലാണ് ഞാൻ മുന്നേറിപ്പോയത്. എനിക്കതിലൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ആ ബഡ്ജറ്റിനകത്ത് വേണം ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ. കുറേ കഷ്ടപ്പെടേണ്ടിയും വന്നു എനിക്ക്. നിറയെ പേര് എസ്റ്റാബ്ലിഷ് ആയിരുന്നു അന്ന്. പക്ഷെ ഞാൻ എന്താ അതിൽ നോക്കിയെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ പല സമയങ്ങളിൽ പല ആൾക്കാർ വന്ന്
ഞാൻ ജയിക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിന്നു, എനിക്ക് സപ്പോർട്ടും തന്നു. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്താന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ കാരണമാണ്. നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞു നിങ്ങൾ പഠിത്തത്തിൽ വളരെ ഷാർപ്പായിരുന്നെന്ന്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം പകുതിയിൽ നിർത്തിക്കളഞ്ഞത്? ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ സബ്ജക്റ്റായിട്ട് വെച്ചിരുന്നു. കണക്കിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ കുറേ കഷ്ടപ്പാട് വന്നപ്പോൾ ഞാൻ പഠിപ്പൊക്കെ പിന്നത്തേക്ക് മാറ്റി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് ഞാൻ വരുന്നത്. ഗൗതം ഭായി, നിങ്ങൾ ഇങ്ങനൊന്നും പറയരുത്. കാരണം യുവാക്കൾ പിന്നെ പഠിത്തമൊക്കെ വിട്ടിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങും. എനിക്ക് അറിഞ്ഞിടത്തോളം എല്ലാവർക്കും പഠിപ്പ് വളരെ ആവശ്യമുള്ളതാണ്. പഠനം ഒരു മനുഷ്യനെ വളരെ നോളജബിൾ ആക്കും. എനിക്ക് പക്ഷേ ആ വഴിയിലേക്ക് പോകാൻ പറ്റില്ല. അതെൻ്റെ വിധിയാണെന്ന് കരുതുന്നു. ഞാൻ പക്ഷേ മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. അത് കഠിനാധ്വാനവും എക്സ്പീരിയൻസും ആയിരുന്നു. ആ കഠിനാധ്വാനവും എക്സ്പീരിയൻസും കാരണം എൻ്റെ ജ്ഞാനം വർദ്ധിപ്പിച്ചു. അതല്ലാതെ ചില സമയം ഞാൻ ശാന്തതയിൽ ചിന്തിക്കുമായിരുന്നു. ഞാൻ നന്നായിട്ട് പഠിച്ച് എൻ്റെ നോളജ് വളർന്ന് അതിൻ്റെ കൂടെ ഈ എക്സ്പീരിയൻസും കൂടെ ഞാൻ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ഗൗതം അദാനിയെക്കാട്ടി വലിയ ഒരാളായിരുന്നിരിക്കും. അതായത് 10 വർഷം മുൻപേ നമ്പർ 1 ആയിട്ട് വരാമായിരുന്നു. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഇതെല്ലാം വെറും നമ്പർ അല്ലേ? പക്ഷെ മറ്റൊരു കഥയുണ്ട്. നിങ്ങളുടെ പക്കൽ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളുടെ പക്കൽ ഒരു ജെറ്റ് എയർക്രാഫ്റ്റ് ഉണ്ട്, ഹെലികോപ്റ്ററിന്റെ ഫ്ലീറ്റും ഉണ്ട്. എവിടുന്ന് എവിടേക്ക് വന്നത് കണ്ടില്ലേ? രജത് ഭായ്, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. ഇന്നും ഞാൻ സ്കൂട്ടർ ഓടിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, റിക്ഷയിൽ പോകുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ബസ്സിൽ പോകുന്ന ഒരാളായാലും ശരി, ജെറ്റിൽ പോകുന്ന ഒരാളായാലും ശരി, ഇവരോരോരുത്തരുടെയും മനസ്സ് എന്ത് ചിന്തിക്കുമെന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. കാരണം ഞാനും അതേ വഴിയിലൂടെയാണ് വന്നത്. അത് കാരണം ഞാനിപ്പോൾ എവിടെയാണെങ്കിലും ശരി, കാരണം ഞാനിന്ന് ജെറ്റിൽ പോയാലും ശരി, തറയിലുള്ള മനുഷ്യർ എന്താലോചിക്കുമെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു കളിയാക്കലുണ്ട്. മുകേഷ് അംബാനി 500 മില്യൺ തന്റെ വീട് കെട്ടുവാൻ വേണ്ടി ഉപയോഗിക്കാതിരുന്നിരുന്നെങ്കിൽ, താങ്കളുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതിൽ അദ്ദേഹം വേൾഡിൽ നമ്പർ 1 ആയേനെന്ന്. രജത് ഭായ്, ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നതൊക്കെ വളരെ ക്രിയേറ്റീവാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് കാരണം നമ്മുടെ ആൾക്കാർക്ക് നല്ല എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ട്. അതിനേക്കാളും കൂടുതലായിട്ട് ഞാനൊന്നും കാണുന്നില്ല. താങ്കൾ തന്നെ ശ്രദ്ധിച്ചോളൂ. ഒരു കാലത്ത് ജനങ്ങൾ ടാറ്റ, ബിർള എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ സംസാരിക്കുന്നത് അഡാനി, അംബാനി എന്നാണ്. ഇത് നോക്കൂ, ടാറ്റ, ബിർളയൊക്കെ അവർ നമ്മുടെ നാട്ടിൻ്റെ വളരെ വലിയ വ്യാപാരികളായിരുന്നു. അവർ ഈ നാട്ടിന് വേണ്ടിയും നാട്ടിനെ ഉയർത്താൻ വേണ്ടിയും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ഓരോ ഗ്രൂപ്പിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയും കുറേ ബിസിനസ് ഗ്രൂപ്പ്സൊക്കെ തീർച്ചയായും വളരണം. അവരെല്ലാവരും ഒന്ന് ചേർന്നാൽ മാത്രമേ നാടിൻ്റെ ശക്തിയും വർദ്ധിക്കത്തുള്ളൂ. താങ്കൾ പണം സമ്പാദിച്ചു, വലിയ ഉന്നതിയിലെത്തി. അപ്പോൾ റിസ്ക്കും അതുപോലെ കാണുമല്ലോ അല്ലേ? ഇന്ന് ഒരു ബിസിനസ്സും റിസ്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എത്രത്തോളം കാൽക്കുലേറ്റീവ് റിസ്ക് എടുക്കുന്നുവോ, ആ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്രത്തോളം വളർന്നു നിൽക്കാൻ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത വലിയ വലിയ റിസ്കുകളാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അതിനു വേണ്ടിയുള്ള ഒരു ലക്ഷ്യം വേണം. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരും. അതിൽ നല്ല സമയങ്ങളും വരും, ചീത്ത സമയങ്ങളും വരും. അതെങ്ങനെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്ത് മുന്നേറുന്നു എന്നുള്ളതിലാണ് കാര്യം. അതിനെന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ അതിനെ അതിജീവിച്ച് കഷ്ടപ്പെടേണ്ടതുണ്ട്. ശരി, താങ്കളുടെ ചില കഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രാവശ്യം താങ്കളെ കിഡ്നാപ്പ് ചെയ്തിരുന്നു. താങ്കളുടെ ജീവൻ തന്നെ റിസ്കിലായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. പക്ഷേ എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. അത് ആർക്ക് മറക്കണോ അവർ വേഗം മറന്നു കഴിഞ്ഞാൽ അത് അവർക്ക് നല്ലത്. താങ്കൾ അത് മറക്കില്ലെന്ന് തോന്നുന്നു. ഒരുപക്ഷെ അയാളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ വെറുതെ വിടില്ല. എനിക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം വന്നാലും എവിടെ വെച്ച് വന്നാലും അവിടത്തേക്ക് ഞാൻ വേഗം തന്നെ അഡാപ്റ്റ് ആകും. നമ്മുടെ കൺട്രോളില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്
ഞാൻ വേണ്ടാതെ ഇരുന്ന് ആലോചിച്ചു കൂട്ടി എൻ്റെ മൈൻഡിലേക്ക് കയറ്റി വെക്കുന്ന ഒരു ഏർപ്പാട് ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. ഒരു ദിവസം അവരെന്നെ കിഡ്നാപ്പ് ചെയ്തു, പിന്നെ അടുത്ത ദിവസം ആ കിഡ്നാപ്പർ എന്നെ വെറുതെ വിട്ടു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ അന്ന് രാത്രി പോലും വളരെ നന്നായിട്ടാണ് കിടന്ന് ഉറങ്ങിയതെന്ന്. കാരണം ആ പ്രഷർ ഞാൻ എൻ്റെ തലയിലേക്ക് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ മറ്റൊരു പ്രാവശ്യവും നിങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടിരുന്നു. 26/11 തീവ്രവാദികൾ താജ് ആക്രമിച്ചപ്പോൾ നിങ്ങൾ താജിലുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. അന്ന് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച ടെററിസ്റ്റിനെ കണ്ടേ. അവർ ഹോട്ടലിനകത്ത് കയറി ഫസ്റ്റ് റൗണ്ട് ഫയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അതിനും ഞാൻ ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. അത് ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? എൻ്റെ ജീവിതത്തിൽ ഞാൻ 2 തവണയാണ് മരണത്തിനെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടത്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് വേണം പറയാൻ. അവിടുന്ന് ഞാൻ എങ്ങനെയോ ആണ് രക്ഷപ്പെട്ടു വന്നത്. 26/11 നൈറ്റ് ഈ ദേശം തന്നെ കണ്ടു. ഇപ്പോൾ ആലോചിച്ചാലും പേടിച്ച് വിറയ്ക്കുന്ന സംഭവം നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ താജ് ഹോട്ടലിനകത്ത് ദുബായിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കമ്പനിയുടെ CEO ആണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം നടന്നത്. 10 മണിക്കാണ് ഈ സംഭവം നടന്നത്. അതിന് 5 മിനിറ്റ് മുമ്പ് ഞങ്ങൾ ഹോട്ടലിലെ ബില്ലൊക്കെ പേ ചെയ്ത് എണീറ്റ് നിന്നതാ. ഡിസ്കഷൻ കഴിയാത്ത കാരണം എൻ്റെ ഫ്രണ്ട് അവിടെ തന്നെ ഇരുന്ന് തിരിച്ചു ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നതാ. അപ്പോഴാണ് ഈ സംഭവം നടന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഞാൻ ബില്ലൊക്കെ പേ ചെയ്ത് ലോബിയിലേക്ക് പോകുന്ന സമയമായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും അവരുടെ കയ്യിൽ പെട്ടനെ. ദൈവാധീനോ ഞങ്ങൾ റെസ്റ്റോറൻറ്റിനകത്ത് തന്നെ ഇരുന്നത്. ഞാൻ എന്നും ഒരു സംശയമില്ലാതെ പറയും, താജ് ഗ്രൂപ്പിൻ്റെ എല്ലാ സ്റ്റാഫുകളും, ഈവൻ വെയിറ്റേഴ്സ്, അവരെല്ലാവരും അന്ന് വളരെ നന്നായിട്ടാണ് ജോലി ചെയ്തത്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേറെ ഒരു ഓർഗനൈസേഷനിലും ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? രാത്രി മുഴുവൻ ഞാൻ അവിടെ തന്നെയായിരുന്നു. അവിടെ താജിലുള്ള സ്റ്റാഫുകൾ എന്നെ മുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു റൂമുണ്ടായിരുന്നു. അവിടെ പിറക്കക്കൂടെ കിച്ചൺ വഴി ഞങ്ങളെ മേളിലേക്കുള്ള ഒരു ചേംബറിലേക്ക് കൊണ്ടുപോയി. രാത്രി മുഴുവൻ അവിടെയായിരുന്നു. കാലത്തെ ഏകദേശം 7 മണിയായപ്പോൾ അവിടെ കമാൻഡോസ് വന്നപ്പോൾ ഹോട്ടലിനകത്ത് നിറയെ പേര് പെട്ട് കിടക്കാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അവിടെ ആ കമാൻഡോസ് വന്ന് എനിക്ക് കുറേ പ്രൊട്ടക്ഷനൊക്കെ തന്ന ഹോട്ടലിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി. അടുത്ത ദിവസം കാലത്തെ 7:30 മണിക്കാണ് ഞാൻ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ദൈവം നിങ്ങൾക്ക് നല്ല ദീർഘായുസ് നൽകട്ടെ. ജീവിതത്തിൽ വീണ്ടും ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കട്ടെ. പക്ഷേ ഇനിയും ധാരാളം ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്.